Hi all, welcome to Learnino. Now we will discuss module 3 essay questions. First question, define Beer-Lambert's law and derive its mathematical form. എന്താണ് Beer-Lambert's law? അതിന്റെ mathematical form derive ചെയ്യുക. When a monochromatic light is incident on a homogeneous medium, then the intensity of transmitted light decreases with the increase in concentration of the absorbing solution as well as thickness of the medium. അതായത് ഒരു ഹോമോജീനിയസ് മീഡിയത്തിലോട്ട് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിലെ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ കോൺസെൻട്രേഷനെയും അവിടുത്തെ തിക്നെസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ലോഗ് I0/IT പ്രൊപ്പോർഷണൽ ടു CT. C is the concentration and T is the thickness. In order to remove the proportionality sign, we apply constant is called epsilon. Log I0/IT is equal to epsilon CT. I0 is the incident radiation, IT is the transmitted radiation, and C is the concentration, T is the thickness, and epsilon is a constant. It is called a molar extinction coefficient. അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോമോജീനിയസ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. I0 is the incident light and IT is the transmitted light. Minus di/I proportional to C dt. അതായത് മൈനസ് di/I എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? കോൺസെൻട്രേഷനും തിക്നെസ്സിനും പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് I0 to IT di/I is equal to KC into integral 0 to T dt. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ln upper limit IT/I0 is equal to KC into integral 0 to T dt is called T. Then minus sign മാറ്റാൻ വേണ്ടി ln I0/IT is equal to KCT. Then ln മാറ്റി log ആക്കുക. 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2.303 log I0/IT is equal to KCT. നമ്മൾ log I0/IT അവിടെ ഇട്ടിട്ട് 2.303 എപ്പുറം കൊണ്ടുവരിക. സോ K/2.303 ഇൻറ്റു CT എന്ന് വരും. ഈ K/2.303 വിളിക്കുന്ന പേരാണ് എപ്സിലോൺ. അങ്ങനെ നമുക്കിത് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡെറിവേഷനും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ A is equal to എപ്സിലോൺ CT അല്ലെങ്കിൽ log I0/IT is equal to എപ്സിലോൺ CT. അവിടം വരെയുള്ള ആ ഒരു ഇക്വേഷനും കൂടെ ഡിറൈവ് ചെയ്യാനായിട്ട് നോക്കുക. Then second question, explain the instrumentation and working of UV visible spectrometer. UV visible spectrometer and instrumentation and working. UV visible spectrometer, it arises by the transition of electrons in the molecule by absorption of UV visible light. UV visible light ne absorb ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രോൺസിനെ ട്രാൻസിഷനെയാണ് UV visible spectroscopy എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ലോവർ എനർജി സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ UV വിസിബിൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവരെവിടെ പോകും? ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ഇവിടെ ചേഞ്ച് ആവുന്നത് ഇലക്ട്രോണിക് എനർജി ലെവലിലാണ് ചേഞ്ച് വരുന്നത്. അതായത് E1-ൽ നിന്ന് E2-ലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ കുറച്ച് എന്താണ് സബ്സ്റ്റൻസ് എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റേഷനിലുള്ളത്? സോഴ്സ്, ഒരു UV വിസിബിൾ സോഴ്സ് വേണം, സാമ്പിൾ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾഡർ വേണം, ദെൻ ആംപ്ലിഫയർ, ഡിറ്റക്ടർ, റെക്കോർഡർ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതാണ് UV ലൈറ്റ് സോഴ്സ്. ദെൻ സൊല്യൂഷൻ വയ്ക്കാനായിട്ട് ഒരു ചേംബർ, അതായത് സാമ്പിൾ വയ്ക്കാനായിട്ടൊരു ചേംബർ, കറസ്പോണ്ടിങ് ആയിട്ട് സോൾവെന്റ് വെക്കാനായിട്ട് ഒരു ചേംബർ. നമ്മൾ ഏത് സാമ്പിളാണോ എടുക്കുന്നത് ആ സാമ്പിളിന് കറസ്പോണ്ടിങ് മാച്ച് ആവുന്ന ഒരു സോൾവെന്റ് കൂടെ നമ്മൾ എടുക്കണം. കാരണം നമുക്ക് ഡിഫറൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ആംപ്ലിഫയർ, ഡിറ്റക്ടർ, റെക്കോർഡർ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? UV spectrum is usually taken in very dilute solution. Dilute സൊല്യൂഷനുകളിലാണ് UV spectrum എടുക്കാറ്. A small portion of the prepared solution is taken in a silica cell. A matching solution containing pure solvent is also prepared. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനെ ഒരു സിലിക്ക സെല്ലിൽ എടുക്കുക, അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സോൾവെന്റിനെയും കൂടെ പ്രിപ്പയർ ചെയ്യുക. Both are placed in the spectrometer. Two equal beams of light are passed, one through the dilute solution and other through the pure solvent. അപ്പോൾ സോഴ്സിൽ നിന്ന്
രണ്ട് ഈക്വൽ ബീം ഓഫ് ലൈറ്റ് ഒന്ന് സോൾവെന്റിലോട്ടും ഒന്ന് സൊല്യൂഷനിലോട്ടും പാസ് ചെയ്യിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ കോൺസെൻട്രേഷനും തിക്നെസ്സും അനുസരിച്ചിട്ട് അവർ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ കമ്പയർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ഒരു സ്പെക്ട്രമായിട്ട് റെക്കോർഡ് ചെയ്യും. ആ സ്പെക്ട്രത്തിലെ എപ്സിലോണും ലാംഡ വേവ് ലെങ്തും ആയിരിക്കും ഉണ്ടാവുക. അതായത് സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെയും സോൾവെന്റിലൂടെ കടന്നു പോകുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെയും കൂടെ ഇന്റൻസിറ്റിയെ കമ്പയർ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് UV വിസിബിൾ സ്പെക്ട്രോമീറ്ററിന്റെ വർക്കിംഗ്. ആപ്ലിക്കേഷൻ: It is for the detection of aromatic compounds, conjugated dyes, etc., detection of impurities, study of kinetics of chemical reaction used in medical labs. ഇതിൽ ഏതെങ്കിലും ഒരു 3 ആപ്ലിക്കേഷനും കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, then next question is sketch the modes of vibration possible for carbon dioxide and water. Predict the IR activity of each mode of vibration. ഇപ്പോൾ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കിയപ്പോൾ നമുക്ക് 2 ടൈപ്പ് മോളിക്യൂൾ ആണുള്ളത്. ലീനിയർ ഷേപ്ഡ് മോളിക്യൂള്, നോൺ ലീനിയർ ഷേപ്ഡ് മോളിക്യൂള്. ലീനിയർ ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 3n-5 n is the number of atoms. നോൺ ലീനിയർ ആണെങ്കിലോ 3n-6. അപ്പൊ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയാണ്. ഫസ്റ്റ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ ഷേപ്ഡ് മോളിക്യൂൾ ആണ്. സോ 3n-5, ദാറ്റ് മീൻസ് 3 × 3 - 5 = 4. 4 ടൈപ്പ് വൈബ്രേഷൻസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. അത് ഏതൊക്കെയാണ്? സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, ബെൻഡിങ് ഇൻ പ്ലെയിൻ ആൻഡ് ബെൻഡിങ് ഔട്ട് ഓഫ് പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആകണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അപ്പോൾ നമുക്കിവിടെ 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓരോന്നും IR ആക്റ്റീവ് ആണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് സിമെട്രിക് സ്ട്രെച്ചിങ്. സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ ഒരേപോലെ എന്ത് ചെയ്യും? 2 വശത്തെ നീളം കൂടും. അപ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. സോ no change in dipole moment, it is an IR inactive mode. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ IR ഇനാക്റ്റീവ് ആണ്. ഇനി അസിമെട്രിക് സ്ട്രെച്ചിങ്, ഒരു വശത്തെ നീളം കൂടും ഒരു വശത്തെ നീളം കുറയും. സോ അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ എന്ന് പറയാൻ പറ്റത്തില്ല. സോ there is change in dipole moment, it is IR active. Then next is bending in plane. Bending in plane എന്ന് പറയുമ്പോൾ തന്നെ ലീനിയാരിറ്റി മാറുന്നു, ലീനിയർ ഷേപ്പ് മാറുന്നുണ്ട്. സോ it have change in dipole moment, IR active. Bending out of plane അതുപോലെ തന്നെയാണ്, it have change in dipole moment, so it is IR active. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ് ഒഴിച്ച് ബാക്കി 3 മോഡുകളും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, IR ആക്റ്റീവ് ആണ്. ഓക്കെ, then വാട്ടർ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആണ്. ഇറ്റ് ഈസ് ബെൻഡ് ഷേപ്പ്. സോ 3n-6, 3 × 3 - 6 = 3. 3 എണ്ണമാണുള്ളത്. സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, ബെൻഡിങ് ഇൻ പ്ലെയിൻ. 3 എണ്ണവും IR ആക്റ്റീവ് ആണ്. കാരണം 3 പേരുടെയും ഷേപ്പ് ലീനിയർ അല്ല. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യത്തില്ല? ക്യാൻസൽ ആയി പോകത്തില്ല. സോ ദ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ മോഡ്സ് ഓഫ് വാട്ടർ ആർ IR active. Okay. Then fourth question, write a note on molecular energy level of spectroscopy. സ്പെക്ട്രോസ്കോപ്പിയിലെ 4 ഡിഫറെന്റ് ടൈപ്പ് മോളിക്കുലർ എനർജി ലെവൽസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ഈസ് ഇലക്ട്രോണിക് എനർജി ലെവൽ. It is associated with the electron present in a molecule which can occupy various molecular energy levels. The molecular orbital can be bonding or anti-bonding. The energy gap between electronic energy level falls on UV visible region. ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയാണ് ഇലക്ട്രോണിക് എനർജി ലെവൽ. അവിടെ നമുക്ക് 2 ടൈപ്പ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്, ബോണ്ടിങ് ഉണ്ട്, ആന്റി ബോണ്ടിങ് ഉണ്ട്. ഈ ഇലക്ട്രോണിക് എനർജി ലെവൽ എന്ന് പറയുന്നത് UV വിസിബിൾ റീജിയനിലാണ് നമുക്ക് വരുന്നത്. Then vibrations. Atom in a molecule can vibrate by keeping the position of center of mass constant. ഒരു മോളിക്യൂളിലെ ആറ്റത്തിന് അവരുടെ സെന്റർ ഓഫ് മാസിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെയുള്ള എനർജിയാണ് വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ, ബെൻഡിങ് വൈബ്രേഷൻ അതെല്ലാം ഇതിനകത്ത് വരും. ഇത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിലാണ് ഈ ഒരു വൈബ്രേഷൻ എനർജി ലെവലിനെ കുറിച്ച് പറയുന്നത്. Then rotation. If a molecule rotates in a space about an axis passes through its center of mass, it is said to possess rotational energy. ഒരു മോളിക്യൂൾ അതിൻ്റെ ആക്സിസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ റൊട്ടേഷൻ എനർജി ഉണ്ട്. അത് പ്രധാനമായിട്ടും ഗ്യാസിനോ ലിക്വിഡ്സിനോ ആണ് കാണപ്പെടുന്നത്. ഇത് മൈക്രോവേവ് റീജിയനിലാണ് കാണുന്നത്. Then translation energy. If the position of center of mass changes with time, അതായത് സെൻറ്റർ ഓഫ് മാസ് ടൈമിനനുസരിച്ച് മാറുവാണെങ്കിൽ ആ മോളിക്യൂളിന് ട്രാൻസ്ലേഷൻ എനർജി ഉണ്ടെന്ന് പറയാം. ട്രാൻസ്ലേഷൻ എനർജി ഒരിക്കലും കോണ്ടൈസ്ഡ് അല്ല. അപ്പോൾ അത് ഇറ്റ് ബിക്കം കോണ്ടൈസ്ഡ് ആവണമെങ്കിൽ ഒരു നാനോ ഡയമെൻഷൻ ബോക്സിൽ ഈ മോളിക്യൂൾ കൺഫൈൻഡ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചെറുതാണ് അല്ലെങ്കിൽ ആ ഒരു ഇതായതുകൊണ്ട് നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ ഇലക്ട്രോണിക് പ്ലസ് ഈ വൈബ്രേഷൻ പ്ലസ് ഈ റൊട്ടേഷൻ പ്ലസ് ഈ ട്രാൻസ്ലേഷൻ ആണ്. സോ നമുക്ക് ആൾമോസ്റ്റ് ഓൾ കേസിലും ഇവരെ അവോയ്ഡ് ചെയ്ത് കളയാം. ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും വരുന്ന എനർജി ലെവൽസ്. ഓക്കെ, ഇലക്ട്രോണിക്, വൈബ്രേഷൻ, റൊട്ടേഷൻ ആൻഡ് ദെൻ ട്രാൻസ്ലേഷൻ. Fifth question. Explain the principle and working of SEM. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റേഷനും വർക്കിങ്ങും. ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ യൂസ്ഡ് ഫോർ ദ സർഫസ് ക്യാരക്ടറൈസേഷൻ ഓഫ് മെറ്റീരിയൽ. നാനോ മെറ്റീരിയൽസിന്റെ സർഫസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മൈക്രോസ്കോപ്പാണ് സെം എന്ന് പറയുന്നത്. ഇത് പേര് പോലെ തന്നെ സ്കാൻ ചെയ്യുകയാണ്. അതായത് സാമ്പിളിനെ ഇലക്ട്രോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ ടോപ്പോഗ്രഫി, മോർഫോളജി, കോമ്പോസിഷൻ, ക്രിസ്റ്റലോഗ്രാഫി എല്ലാം കണ്ടുപിടിക്കും. ഇതാണ് സെമ്മിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then principle. Fundamental principle of SEM is the electron interact with the atoms at the sample produce various signals that contain information about surface topography and composition of the sample. അതായത് സെമ്മിലുള്ള ഇലക്ട്രോൺസ് സാമ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരെ സ്കാൻ ചെയ്തുകൊണ്ട് ആ സാമ്പിളിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് തരും. ഇനി ഈ അങ്ങനെയുള്ള ഇലക്ട്രോൺസിന് എവിടെ നിന്നാണ് എനർജി ഉള്ളത്? ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി ഉണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഇൻട്രാക്ഷൻ പോസിബിൾ ആവുന്നത്. ഇവിടെ 3 ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ നാനോ മെറ്റീരിയൽസിന്റെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ. ഈ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ആണ് കോമ്പോസിഷൻ ഡേറ്റയും കോമ്പൗണ്ട് ഡിറ്റക്ഷനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. രണ്ടാമത്തത് ഡിഫ്രാക്റ്റഡ് ബാക്ക് സ്കാറ്റർ ഇലക്ട്രോൺ. അതാണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഏതാണ്, ഓറിയന്റേഷൻ ഓഫ് മിനറൽസ് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദെൻ എക്സ്റേ. എക്സ്റേ ആണ് എലമെന്റൽ മിനറൽ ഇൻഫോർമേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ സെമ്മിൽ 3 ടൈപ്പ് ഇലക്ട്രോൺസ് വഴിയാണ് നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത്. ഈ സെമ്മിൽ നിന്നുണ്ടാവുന്ന 3 ഡയമെൻഷണൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനകത്ത് ഇലക്ട്രോൺ ഗൺ ഉണ്ട്, കണ്ടൻസർ ലെൻസ് ഉണ്ട്, അപ്പേച്ചർ, ഒബ്ജക്റ്റീവ് ലെൻസ്, സാമ്പിൾ ചേംബർ, ഡിറ്റക്ടർ, ആംപ്ലിഫയർ ആൻഡ് ഡിസ്പ്ലേ. ഇലക്ട്രോൺ ഗണ്ണിലാണ് ഇലക്ട്രോൺ കാണുന്നത്. കണ്ടൻസർ ലെൻസ് ആണെങ്കിൽ ഈ വരുന്ന ഇലക്ട്രോണിനെ നാരോ ബീം ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പേച്ചർ ഡയമീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുമ്പോൾ സാമ്പിളിലേക്ക് ഇലക്ട്രോണിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. സാമ്പിൾ വയ്ക്കുന്നത് സാമ്പിൾ ചേംബർ, സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ടർ, ആംപ്ലിഫയർ, ദെൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ദാറ്റ് ഈസ് ഡിസ്പ്ലേ. വർക്കിംഗ്. In this process, beam of energetic electrons are produced in the electron gun. It passes down the column into a series of electromagnetic lenses. അതായത് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലെൻസസിലൂടെ താഴെ സാമ്പിൾ ചേംബറിലേക്ക് വരും. കോയിൽ വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ ഇലക്ട്രോൺ ഇന്ററാക്ട് വിത്ത് സാമ്പിൾ ടു പ്രൊഡ്യൂസ് സിഗ്നൽസ്. ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്ടർ സിസ്റ്റത്തിൽ കാണിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 3 ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. സെക്കൻഡറി ഇലക്ട്രോൺ, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ആൻഡ് എക്സ്റേസ്. അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ. ഇവിടെയാണ് ഇലക്ട്രോൺ സോഴ്സ്. ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺ വരുമ്പോൾ ഈ ലെൻസ് വഴി ഫോക്കസ് ചെയ്ത് നേരെ നമ്മുടെ
സാമ്പിളിലേക്ക് വരും. എന്നിട്ട് ഈ ഇലക്ട്രോൺ സാമ്പിളിനെ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. പിന്നെ ഇവിടെ സെക്കൻഡറി ബാക്ക് സ്കാറ്റർ ചെയ്ത് കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ നിന്ന് എക്സ്റേ പോകുന്നുണ്ട്. ദെൻ സെക്കൻഡറി ഡിഫ്രാക്റ്റഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവരെല്ലാം വഴി നമുക്ക് പല ഇൻഫോർമേഷൻസ് കിട്ടുകയും 3 dimensional ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ. Then advantages, it gives 3D topographical images. Instrument is very fast and easy to operate. Data is available in digital format. Disadvantage, ഇത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമാണ്. എക്സ്റേ പോകുന്നതുകൊണ്ട് തന്നെ റിസ്ക് ഓഫ് റേഡിയേഷൻ ഉണ്ട്. Then application, it is used in life science, biology, medical, forensic field. It characterize nanowires and their sensing behavior for criminal and other forensic investigations, for geological sampling and used in medical science. ഇതൊക്കെയാണ് ഇതിന്റെ applications. Okay. Then next question. Explain the principle of IR spectroscopy. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. IR spectroscopy എന്ന് പറയുന്നത് study of absorption of IR radiation which causes the vibration transition in molecule. V1 എന്ന് പറയുന്ന ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂളിന്റെ മുകളിൽ IR റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ അവരെന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് V2ലേക്ക് പോകുന്നു. When a gaseous molecule absorbs IR radiation, it produces transition between vibration energy level. Resultant spectrum is called a vibrational spectrum. ഇനി എന്താണ് എസെൻഷ്യൽ ആയിട്ട് ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആകണമെങ്കിൽ ഉള്ള റിക്വയർമെന്റ്? ഷുഡ് ഹാവ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അതുകൊണ്ട് തന്നെ ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് IR ആക്റ്റീവ്. ഹോമോന്യൂക്ലിയർ ആയ O2, N2, H2 ഒക്കെ എന്താണ്? IR ആക്റ്റീവ് അല്ല. കാരണം അവര് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡൈപോൾ ആണ്, ക്യാൻസൽ ആയി പോകും. HCl, HBr, H2O, NH3 ഇവരെല്ലാം IR ആക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഗേഷ്യസ് മോളിക്യൂൾ ഡൈപോൾ മൊമെന്റ് ഉള്ള ഗേഷ്യസ് മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് they generate an electric field which can interact with the electric component of IR radiation. അതായത് ഡൈപോൾ മൊമെന്റ് ഉള്ള ഗേഷ്യസ് മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇലക്ട്രിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ IR റേഡിയേഷന്റെ ഇലക്ട്രിക് കമ്പോണന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. During this interaction, energy can emitted or absorbed in the form of radiation of definite frequency. Thus, the vibration of molecule produce IR spectrum. അപ്പോൾ ഈ ഒരു ഇന്ററാക്ഷൻ വഴിയാണ് അവിടെ IR സ്പെക്ട്രം ഉണ്ടാവുന്നത്. അപ്പോൾ IRന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ എനർജിക്കാണ് വ്യത്യാസം വരുന്നത്. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വേണം. അതുകൊണ്ട് തന്നെ ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് IR ആക്റ്റീവ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. Okay. What are the applications of IR spectroscopy? First application is force constant determination. Fundamental frequency of vibration or wave number is directly proportional to square root of force constant. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് force constant കണ്ടുപിടിക്കാൻ പറ്റും IR spectroscopy വെച്ചിട്ട്. Then ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും ഓരോ റേഞ്ച് ഉണ്ട്. ഇപ്പൊ കീറ്റോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് 1700 1725 ഇടയ്ക്കാണ് കിട്ടുന്നത്. ആൽക്കഹോൾ ആണെങ്കിൽ 3300 3500. NH2 ആണെങ്കിൽ 3200 to 3300. ആൽക്കീൻസ് ആണെങ്കിൽ 1620 to 1650. CH ഗ്രൂപ്പ് ആണെങ്കിൽ 2900 to 3000. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്താണ് പീക്ക് എങ്കിൽ നമുക്ക് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ IR സ്പെക്ട്രം എടുക്കുന്നത് വഴി ആ മോളിക്യൂളിൽ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിലെ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് IR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. Identification of unknown compounds. ഫിംഗർപ്രിന്റ് റീജിയൻ 700 to 1500 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഫിംഗർപ്രിന്റ് റീജിയൻ വരുന്നത്. നമ്മുടെ ഫിംഗർപ്രിന്റ് പോലെ തന്നെ നമ്മുടെ ഫിംഗർപ്രിന്റ് മറ്റൊരാൾക്കില്ല. അതുപോലെ തന്നെ അൺനോൺ ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ ഈ ഒരു ഫിംഗർപ്രിന്റ് റീജിയൻ ഉപയോഗിച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും IR സ്പെക്ട്രം വെച്ചിട്ട്. ഇനി ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് OH ഫ്രീക്വൻസി ഷിഫ്റ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ അവിടെ OH ഫ്രീക്വൻസി എന്ത് ചെയ്യത്തില്ല, ഷിഫ്റ്റ് ചെയ്യത്തില്ല, ഡയലൂഷൻ അനുസരിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യത്തില്ല. ഇന്റർ ആണെങ്കിൽ അവിടെ OH ഫ്രീക്വൻസിക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഒരു മോളിക്യൂളിലെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണോ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു 5 ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കുക. IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് essay ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.